ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് ടോപ്പ് മെറ്റീരിയൽസ് ആണ്. ഓർഗൻസ മെറ്റീരിയലും ജൂട്ട് മെറ്റീരിയലുമാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കസ്റ്റമൈസേഷൻ ചെയ്തിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പം കസ്റ്റമൈസേഷൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തു തരും. നിങ്ങൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക. കസ്റ്റമർ മെറ്റീരിയൽ നമുക്ക് കൊറിയറോ അതെല്ലാം നമ്മൾ അല്ലാണ്ട് എത്തിച്ചു തരുകയോ ചെയ്താൽ നമ്മൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യും എന്ന് അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കസ്റ്റമൈസ്ഡ് ഓർഡർ കാണിച്ചു തരുന്നത്, ഡിസൈൻസും കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ എന്തും ആയിക്കോട്ടെ നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ഹാൻഡ് എംബ്രോയ്ഡറി പാറ്റേൺസും അതുപോലെ തന്നെ കട്ട് വർക്കും ആപ്ലിക്യൂ വർക്കും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പ് മെറ്റീരിയൽസ് റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കാവുന്നതാണ്. എല്ലാം തന്നെ ടോപ്പ് മെറ്റീരിയൽസ് മാത്രമാണ്. ബോട്ടം ആൻഡ് ഷോൾ പ്രൊവൈഡഡ് അല്ല കേട്ടോ. ഇനി ഷോൾ വേണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാവുന്നതാണ്. വിത്ത് ഷോൾ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് മെറ്റീരിയൽ എന്തുവാണെന്നും വർക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വീഡിയോയുടെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഇതൊരു ലൈറ്റ് കളർ ഷെയ്ഡാണ്. ഒരു ഗ്രേയും ചിക്കു ഷെയ്ഡും കൂടെ ചേർന്ന ഒരു കളറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ നെക്ക് ഇവിടെയാണ് വരുന്നത്, നെക്ക് പോർഷൻ ഇവിടെയാണ് വരുന്നത്. നെക്കിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ വരുന്നുണ്ട്. കോർണർ സൈഡാണ്. ഫാബ്രിക് പെയിൻ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. നടുക്കേ കൂടെ നമ്മൾ തയ്ച്ചിരിക്കുന്നത് ഇത് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് സ്റ്റെം സ്റ്റിച്ചാണ്. ബാക്കി 3D ഔട്ട്ലൈനറും നടുക്ക് സ്റ്റോൺസും ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ഇങ്ങനത്തെ ഫ്ലവർ പാറ്റേൺസ് 4 എണ്ണമാണ് ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത്. താഴം വരെയുണ്ട്. ഇതുപോലെ ഇങ്ങനെ 4 അങ്ങനെ സിഗ്സാഗ് പോലെയാണ് വന്നിരിക്കുന്നത്. കഴുത്തിൻ്റെ അവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 4 പാറ്റേൺ ആണ് ഈ ഒരു ടോപ്പ് മെറ്റീരിയലിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് സോഫ്റ്റ് ഓർഗൻസിയാണ് മെറ്റീരിയൽ. ഫാബ്രിക് പെയിൻറ്റും 3D ഔട്ട്ലൈനറും സ്റ്റോൺസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. 2.5 മീറ്ററാണ് മെറ്റീരിയൽ എൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇത് റെഡി ഫോർ സെയിൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 680 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അടുത്തത് ഒരു പീച്ചിഷ് പിങ്ക് കളർ ഒരു ഓർഗൻസ മെറ്റീരിയലാണ്. വളരെ ലൈറ്റ് മെറ്റീരിയൽ. ഡബിൾ ഷീറ്റ് ത്രെഡ് വെച്ച് ഷാഡോ വർക്കാണ്. വി നെക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഷാഡോ വർക്ക് റെഡും ലൈറ്റ് ബേബി സെയിം പിങ്ക് കളർ വരുന്ന ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ നമ്മളൊരു സീക്വൻസും വെച്ചിട്ടുണ്ട്. റെയിൻബോ കളർ സീക്വൻസും വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വി നെക്ക് വന്നിട്ട് പിന്നെ 2 പാറ്റേൺ താഴത്തോട്ട്, പിന്നെ 3, പിന്നെ 2, പിന്നെ 3 അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. താഴെ 3. അപ്പോൾ ഇതുപോലെ പാറ്റേൺസാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഈ മെറ്റീരിയലിൽ 13 ഇങ്ങനത്തെ പാറ്റേൺസ്, ഇതുപോലത്തെ പാറ്റേൺസ് നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ 3, പിന്നെ അടുത്ത ലെയർ 2, പിന്നെ 3, ഇങ്ങനെ 3 അടുപ്പിച്ച് വരുന്നുണ്ട്, പിന്നെ 2. ഇങ്ങനെയാണ് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വി നെക്കുമാണ്. മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു ബഞ്ച് പറയുവാണെങ്കിൽ, ഇങ്ങനത്തെ 13 ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ബഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്കും കൂടെ ഉൾപ്പെടുത്തിയിട്ടാട്ടോ. സ്ലീവ് പ്ലെയിൻ സ്ലീവാണ്. മെറ്റീരിയൽ ഇതിൻ്റെ അകത്ത് ബോഡി പോർഷൻ ഫുള്ളുമാണ് ഇങ്ങനെ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് കുറച്ച് റേറ്റ് കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ്. മെറ്റീരിയൽ ലെങ്ത്ത് 2.5 മീറ്ററാണ് ലെങ്ത്ത്. നല്ല വിടുത്തുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് സ്ലീവൊക്കെ 3/4 സുഖമായിട്ട് നമുക്ക് തയ്ക്കാം. ലെങ്ത്ത് 2.5 മീറ്ററും. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1650 ആണ് ഇതിൻ്റെ റേറ്റ്.
അടുത്തത് ഒരു ജൂട്ട് മെറ്റീരിയലാണ്. പർപ്പിൾ കളർ മെറ്റീരിയലിൽ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, നടുക്കൊരു പേളും വെച്ചിട്ടുള്ള ബീഡും വെച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഹെയർ ഇൻ ബോണുമാണ്. ഇങ്ങനെയാണ് വരുന്നത്. നെക്ക് പോർഷൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ഡിസൈൻ വരുന്നത്. നെക്ക് കഴിഞ്ഞിട്ട് മുതൽ ഡിസൈൻ ഇങ്ങനെ വരുന്നു. ഇത് കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. കസ്റ്റമർ മെറ്റീരിയൽ തന്നിട്ട് നമ്മൾ അതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ കസ്റ്റമറാണ് മെറ്റീരിയൽ, ഈ ജൂട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തത്. അതിൻ്റെ അകത്ത് നമ്മൾ നെക്കിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ്, പടിയിൽ വരുന്ന രീതിയിൽ ഫ്രണ്ട് പോർഷനിൽ അതിൻ്റെ സ്ലീവിൻ്റെ പടിയിൽ വരുന്ന വർക്കാണ് ഇത്. ഇങ്ങനെയാണ് ഈ ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്തത് വീണ്ടും ഒരു ജൂട്ട് മെറ്റീരിയലാണ്. ഇതും കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് പിങ്ക്, ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് വരുന്ന ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രഞ്ച് നോട്ടല്ല, ഇത് കൊളോണിയൽ നോട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ പറഞ്ഞ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ യു കഴുത്ത്, അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വർക്കാണ് കാണുന്നത്. സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ടോപ്പ് മെറ്റീരിയൽ കണ്ടു. ജൂട്ട് മെറ്റീരിയലിൻ്റെ ടോപ്പിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആ സെയിം കസ്റ്റമർ തന്നെ അമ്മയ്ക്കും മോൾക്കും സെയിം കളർ, അമ്മയ്ക്ക് സാരിയും മോൾക്ക് ചുരിദാറും എന്നുള്ള രീതിയിൽ രണ്ട് സാരിയും തന്നു, ടോപ്പ് മെറ്റീരിയലും തന്നു. ഇത് അമ്മയുടെ സാരിയാണ്, കസ്റ്റമറിൻ്റെ സാരിയാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ സാരിയുടെ മുന്താണിയിൽ കടായിക്കമ്മൽ വർക്കാണ്. സെയിം കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് മാത്രം ഡിഫറെൻറ്റ്. കടായിക്കമ്മൽ വർക്ക് ഈ ഒരു കോർണറിൽ ഇതുവരെ വരുന്നുണ്ട്. മുന്താണിയുടെ രണ്ട് സൈഡിലും ഉണ്ട്. ഇപ്പുറത്തെ കോർണറിലും ഇതുവരെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു സിംഗിൾ ഫ്ലവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് ഇത് കസ്റ്റമർ അഴിച്ചിടാനുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഞെറിഞ്ഞൊടുക്കുകയാണെങ്കിലും അഴിച്ചിടുവാണെങ്കിലും കാണാൻ ഒരു ഇത്തിരി പോർഷനിൽ നീളത്തിൽ നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ ചെസ്റ്റ് പോർഷനിൽ ഞാൻ പറഞ്ഞു കസ്റ്റമർ അഴിച്ചിടുന്ന രീതിയിൽ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഓൾമോസ്റ്റ് ഫുള്ളും ചെസ്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെയാണ് കടയക്കമ്മൽ വർക്ക് വന്നിരിക്കുന്നത്. ആ ടോപ്പിൻ്റെ കളർ തന്നെയാണ്, പക്ഷേ വീഡിയോയിൽ വരുമ്പോൾ സാരിക്ക് വേറെ കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സെയിം മെറ്റീരിയലും സെയിം കളറുമാണ്. ഡാർക്ക് ഒനിയൻ പിങ്കാണ് ഇതിൻ്റെ കളർ. അപ്പോൾ ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നവർക്ക് ഫുള്ളും ചെസ്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ നല്ല നീളത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെവി ആയിട്ട് സെൻറ്ററിൽ വരുന്ന ആ പോർഷനിൽ ഹെവി ആയിട്ട് കടായിക്കമ്മൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലോട്ടും നീളത്തിലുമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെസ്റ്റിലും ഷോൾഡർ പ്ലീറ്റിൽ ഇപ്പം ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെയും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഴിച്ചിടുവാണെങ്കിലും കയ്യിൽ വരുന്ന പോർഷനിലാണ്, താഴെ നമ്മൾ തൂങ്ങിക്കിടക്കുന്ന കൈയുടെ അവിടെ വരുന്നതാണ് ഈ ഒരു വർക്ക് കാണുന്നത്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്. ഇത് ലെഫ്റ്റ് ലെഗിലാണ് വരുന്നത് ഏറ്റവും സ്റ്റാർട്ടിങ്. പിന്നെ റൈറ്റ് ലെഗിൽ ഇത് ഇതുപോലെ വരുന്നുണ്ട്. പിന്നെ ബോട്ടം പ്ലീറ്റ്സിൽ കുറച്ചും കൂടെ കുഞ്ഞ് ഡിസൈൻ, ഇതുപോലത്തെ ഡിസൈനാണ്. ബോട്ടം പ്ലീറ്റ്സിൽ 3 വരുന്നുണ്ട്. ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. ഇങ്ങനെ 3 ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ഇത്രയും വർക്കാണ് സാരിയിൽ വരുന്നത്. പിന്നെ ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ വർക്കുണ്ട്. ബ്ലൗസിൻ്റെ പീസിൽ വരുന്ന വർക്കാണ്. അതും ഇച്ചിരി നീളത്തിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ ബ്ലൗസിലില്ല, ഇതുപോലെ താഴത്തുനിന്ന് ബേസിൽ നിന്ന് മേളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ, ഒരു പൂവും ഹാഫ് പൂവും ഒരു ബഡും ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പ് മെറ്റീരിയലും അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ചെയ്ത് സാരിയും ടോപ്പ് മെറ്റീരിയൽസും എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് ഇതുപോലെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യൂ. അതല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് കോൾ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.